മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ഒ.എൻ.വി. കുറുപ്പിന് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തൈക്കാട് എത്തിച്ചേരും. അവിടെ ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമാകും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക. ഇപ്പോൾ 84 ഗായകർ അണിചേർന്നുള്ള ഗാനാഞ്ജലി അദ്ദേഹത്തിന് അശ്രുപൂജയായി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ വിഷമത്തോടുകൂടിയും കണ്ണീരോടുകൂടി തന്നെയാണ് മലയാളത്തിന്റെ പ്രിയ കവിക്ക് കേരളം അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ശാന്തി കവാടത്തിലും തൈക്കാടും എത്തിച്ചേർന്നിട്ടുണ്ട്.
സമയത്തിനകം തന്നെ മലയാളത്തിൻ്റെ പ്രിയ കവി ONV മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ശാന്തി കവാടത്തിൽ എത്തിച്ചേരും. അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലത്ത് അദ്ദേഹം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമാകും സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുക. സുനിൽ ചേർന്നുണ്ട് ശാന്തി കവാടത്തിൽ. സുനിൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. അല്പസമയത്തിനകം തന്നെ ONV കുറുപ്പിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചേരും. വലിയ ഒരു ജനാവലി, MLA-മാരും മറ്റ് ജനപ്രതിനിധികളും മന്ത്രിമാരും അടക്കമുള്ളവരുടെ വലിയൊരു ജനാവലി തന്നെയാണ് ശാന്തി കവാടത്തിലുള്ളത്. ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ സ്നേഹസൂചകമായി അദ്ദേഹത്തിനുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് പോലെ 84 ഗായകന്മാർക്ക് സംഗീത അർച്ചന നടത്തുകയാണ്. അതോടൊപ്പം വിവിധ തുറകളിൽ നിന്നുള്ളവർ, കുട്ടികളും അധ്യാപകരും അടക്കം ഒരു നീണ്ട നിര തന്നെ ഇവിടെയും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം ആദരാഞ്ജലി അർപ്പിക്കുന്നവർക്ക് വേണ്ട സൗകര്യം ഒരുക്കും. അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകുന്ന ചടങ്ങിലേക്ക് കടക്കുക. അതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ബന്ധുക്കളെല്ലാം തന്നെ കർമ്മം ചെയ്ത ശേഷം, മരണാനന്തര കർമ്മമൊക്കെ ചെയ്ത ശേഷമായിരിക്കും മൃതദേഹം ഇവയിലേക്ക് കൊണ്ടുപോവുക. നേരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചിരുന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും ഡോക്ടർ കെ യേശുദാസ് അടക്കമുള്ളവർ രാവിലെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. ഇവിടെ CPM പോളിറ്റ് യോഗം പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രിമാർ, MLA-മാർ, അങ്ങനെ നിരവധി പ്രമുഖർ, സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ, കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികളടക്കം ആയിരങ്ങളാണ് നോക്കി കാണാനും പ്രിയ കവിക്ക്, പ്രിയ ഗാനരചയിതാവിന് യാത്രാമൊഴിയേകാനുമായി ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ഇവിടെ ശാന്തി കവാടത്തിൽ എത്തിച്ചേരും. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി യാത്രാമൊഴിയേകുന്നതിന് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി തന്നെയാണ് സംഘാടക സമിതി നിർത്തുന്നത്. സ്വർണ്ണയുടെ നേതൃത്വത്തിലാണ് ഈ ഗാനാർച്ചന നടന്നുകൊണ്ടിരിക്കുന്നത്. 84 ഗായകന്മാർ ONV-യുടെ മാന്ത്രിക സ്പർശമുള്ള, ലാളിത്യമുള്ള, സ്നേഹമുള്ള മലയാളി മനസ്സുകളിൽ, ലഭിക്കുന്നവരുടെ മനസ്സുകളിൽ തട്ടിക്കളിക്കുന്ന, ഓർമ്മയിൽ ഒരുപാട് ഗാനം നിലകൊണ്ട അത്തരത്തിലുള്ള ഗാനങ്ങൾ വീണ്ടും ഇവിടെ അദ്ദേഹത്തിന് അർച്ചനയായി ആലപിക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടെ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകുന്ന പരേഡിലേക്ക് പോകും. ഇവിടെയും വലിയ ഒരു ജനാവലി തന്നെയാണ് സൗമ്യ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. സുനിൽ, ഒരുപക്ഷെ സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ അവിടെ ശാന്തി കവാടത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അദ്ദേഹത്തെ കാണാൻ വന്നതും അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ കൂടുതലായും പ്രത്യേകിച്ച് ജനകീയനായ ഒരു കവി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വ്യക്തമായ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം, ONV. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എത്രത്തോളം ദുഃഖിതരാണ്? തീർച്ചയായും അദ്ദേഹം ആദ്യകാലത്ത് മലയാളത്തിലേക്ക് ശക്തമായി എത്തുന്നത് ഒരു കാലത്ത് വിപ്ലവത്തിന്റെ മുഖമായിരുന്ന നാടകങ്ങളിലൂടെയായിരുന്നു. പ്രത്യേകിച്ച് KPC നാടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങൾക്കും അസമത്വത്തിനുമെതിരെ നാടകങ്ങൾ വേദിയിൽ അരങ്ങത്ത് കർക്കടങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി നിലകൊണ്ടിരുന്നത് അതിലെ പാട്ടുകളാണ്. ആ പാട്ടുകൾക്ക് രചന നിർവഹിച്ചുകൊണ്ട് ആ പാട്ടുകളുടെ നാടകത്തിനപ്പുറത്ത് ആ പാട്ടുകളിലൂടെ ആ നാടകം ജനഹൃദയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശമുള്ള, അദ്ദേഹത്തിന്റെ ജീവൻ തുടിക്കുന്ന പാട്ടുകൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയേണ്ടി വരിക. അതുതന്നെയാണ് ഇവിടെ ഓരോരുത്തരും ഈ ഗാനം കേൾക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഗാനത്തിന്റെ അദ്ദേഹം ONV ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള മനസ്സിൽ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ആണ് അവർ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും. അവർ ONV-യുടെ ഈ ഗാനം ആസ്വദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ പല ആളുകളുടെയും വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാഴ്ചയിൽ പറയാൻ വരിക. അദ്ദേഹത്തിന്റെ ഓരോ വരികൾ, അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നാടകഗാനങ്ങൾ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ, ഏത് തലമുറ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ നാടകഗാനങ്ങൾ ഇപ്പോഴും അവരുടെ ഓർമ്മകൾ വരുന്നു എന്നുള്ളതാണ്. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ അത് മനഃപ്പാടമാക്കുന്ന തരത്തിലുള്ള വരികൾ അദ്ദേഹം സൃഷ്ടിച്ച് നൽകി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ONV എന്ന് പറയുന്ന ആ മൂന്നക്ഷര കവി ഇവിടെ ചിരഞ്ജീവിയായി തന്നെ നിലനിൽക്കുന്ന മലയാള മനസ്സുകളിൽ, മലയാളി ഗാനാസ്വാദകരുടെ മനസ്സിലും കവിതാസ്വാദകരുടെ മനസ്സിലും എന്ന് പറയാതിരിക്കാൻ കഴിയും.
ഒരുപക്ഷെ അദ്ദേഹത്തിന് വിട നൽകുന്ന ഇനിയിപ്പോൾ ഈ ഗാനാർച്ചന അതൊരു പക്ഷേ നമ്മുടെ ഗാന ലോകം ഒരുപക്ഷെ സാംസ്കാരിക ലോകം അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും ഒരു എന്താ പറയുക ഒരു വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ആ വിധത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു വിടവാങ്ങൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം സ്വർലയുടെ നേതൃത്വത്തിലായിരുന്നു. ഇങ്ങനെ 84 ഗായകർ അണിചേർന്നു. അതിലേക്ക് കൂടി പോയാൽ സുനിൽ. അതാണ് ONVയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ONVയുടെ ഗാനങ്ങളുടെ തീവ്രത തന്നെയാണ്. ആ ഓരോ അക്ഷരങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹാരിത എന്ന് പറയുന്നത് ONV സൃഷ്ടിക്കുന്ന ആ മനോഹാരിത മറ്റൊരു ഗാനരചയിതാവിനും സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരും ഒരുമിച്ച് അനുസരിക്കുമ്പോൾ പറയുന്ന കാര്യം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് മുതൽ ഒരു വലിയ ഒരു തലമുറയുടെ മനസ്സ് വരെ ഈ ഗാനങ്ങൾ തട്ടിക്കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി പറയേണ്ടതില്ല. കാരണം ONV നമ്മളെന്നും വിട്ട് ജീവിച്ചിട്ടില്ല. ONV നമ്മളിലൂടെ ജീവിക്കുന്നു. അല്ലെങ്കിൽ ONV ഈ പ്രപഞ്ചത്തിൽ മലയാളം ഉള്ളിടത്തോളം കാലം ഈ മലയാളം കൗമാരികളുള്ളിടത്തോളം കാലം തന്നെ ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ കൊച്ചു കുട്ടികളും വലിയ തലമുറയിൽ വരെയുള്ള മനസ്സിൽ ONV ജീവിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. മറ്റൊരു കാര്യം ഏറ്റവും വലിയൊരു സൗഹൃദത്തിന്റെ ഉടമയാണ്. അതാണ് ഏറ്റവും കൃത്യമായി. കാരണം ഗാനരചയിതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വരികൾ എഴുതി ഒരു മ്യൂസിക് ഡയറക്ടർക്ക് നൽകി മടങ്ങുന്ന ഒരു ഗാനരചയിതാവായിരുന്നില്ല. അദ്ദേഹം അതിന്റെ കമ്പോസിംഗിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ ആലാപനത്തിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ റെക്കോർഡിങ്ങിന്റെ ഓരോ ഘട്ടത്തിലും വേണ്ട നിർദ്ദേശങ്ങൾ ഒരു അധ്യാപകനെ പോലെ ഒരു ഗുരുനാഥനെ പോലെ അല്ലെങ്കിൽ ഒരു മുതിർന്ന കാരണവരെ പോലെ അതിന്റെ ഓർക്കസ്ട്രേഷൻ നടത്തുന്നവർക്ക് പോലും അവരോടൊപ്പം ഇരുന്നു കൊണ്ട് ആ ഗാനങ്ങൾക്ക് അതിന്റെ ഒരു തേജസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ ജീവന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കവി എന്ന പ്രത്യേകതയാണ് ONVക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ വരികളും മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത്. നമുക്കൊരു ONVയുടെ ഒരു പാട്ട് കേട്ടാൽ അതിനകത്ത് ONVയുടെ വരികളാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഗാനരചന ONV എന്ന് പറയേണ്ടതില്ല. അത് ഏത് തലമുറയിലെ ആസ്വാദകർക്കും സംഗീതാസ്വാദകർക്കും മനസ്സിലാകുന്നത് തന്നെയാണ് ഇത് ONVയുടെ വരികൾ തന്നെയാണ് എന്നുള്ളത്. ലളിതമായ ഭാഷ മാത്രമല്ല അദ്ദേഹത്തിന്റെ സൂര്യയിൽ വഴങ്ങിയിരുന്നത് എന്നുള്ളത് അദ്ദേഹം പല പാട്ടുകളിലൂടെയും തെളിയിച്ചു. അഥർവത്തിലെ സംസ്കൃത പദങ്ങൾ ഉൾപ്പെടുന്ന പാട്ട്, അതോടൊപ്പം തന്നെ പൊൽസിംഗൽ കലതൊട്ട് സിമവൽ ചെയ്ത അങ്ങനെ തുടങ്ങുന്ന പാട്ട്, അത് കുമാരസംഭവത്തിൽ യേശുദാസിന് തന്നെ പാടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും സൂക്ഷിക്കുന്ന പാട്ടാണ്. അത്തരത്തിൽ ഇങ്ങനെ നിരവധി പാട്ടുകളുടെ ലിസ്റ്റുകൾ മാണിക്യവിനയമായി എന്നുള്ള പാട്ടായാലും നാടകഗാനങ്ങളിൽ അമ്പിളിയമ്മാവ എന്ന് പറയുന്ന പാട്ട് ഇപ്പോഴും കൊച്ചുകുട്ടികളെ മനസ്സിൽ അമ്മമാർ പാടിക്കൊടുക്കുന്ന ഗാനാട്ട് പാട്ട് പോലെ പാടിക്കൊടുക്കുന്ന ഒരു പാട്ടായിട്ട് തന്നെ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ONV പോകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അതുതന്നെയാണ് ONVക്ക് ഇവിടെ നൽകുന്ന ഈ അശ്വപൂജ അല്ലെങ്കിൽ ഈ ഗാനാർച്ചന എന്ന് പറയുന്നത്. ഇവിടെ വലിയ ഒരു ജനാവലി തന്നെ ഇവിടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കം വിദ്യാർത്ഥിനികളടക്കം അധ്യാപകരടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സുനിൽ, ഒരു കാലഘട്ടത്തിൽ വലിയ സമരങ്ങളുടെ വലിയ വിപ്ലവങ്ങളുടെയൊക്കെ ഒരു വലിയ നെടുന്തൂണുമായിരുന്നു നമ്മളുടെ കവികളും. പ്രധാന കവാടത്തിലേക്ക് വിലാപയാത്ര എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ ONVയുടെ നിർദ്ദേശവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ വസതിയിൽ പതിനായിരങ്ങളുടെ അന്ത്യാഞ്ജലി അർപ്പിച്ച് അന്ത്യാഞ്ജലിയൊക്കെ നടത്തിയ വിഭാഗം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ വിലാപയാത്രയുമായി വിലാപയാത്രയിൽ പോയി സർക്കാർ ശാന്തി കവാടത്തിലേക്ക് വരികയാണ്. ഇവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാനാ തുറയിൽ നിന്നുള്ളവർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സിനിമാ രംഗത്തെ പ്രമുഖരടക്കം സാഹിത്യ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, അധ്യാപകർ, അങ്ങനെ വലിയ ഒരു പട്ടിക പോകുന്നു. അത്തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിന് അവസാനമായി യാത്രാമൊഴിയേകുന്നു. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നൽകുന്നുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം പങ്കുകൊണ്ട് തങ്ങളുടെ ഒരു കാരണവർക്കാണ് മരണപ്പെട്ടത് എന്നുള്ള അത് ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിന് ഒരു അംഗം വിട്ടുപോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട്, പക്ഷേ ഒരിക്കലും വിട്ടുപോകുകയില്ല എന്നുള്ള മനസ്സിലെ ഒരു ഉറപ്പിക്കൽ കൂടെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഒഴുകി എത്തുന്നത്. സൗമ്യ,
സുനിൽ, ഒരുപക്ഷെ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ വിപ്ലവങ്ങളുടെ വലിയ സമരങ്ങളുടെയൊക്കെ നെടുന്തൂണായിരുന്നു നമ്മളുടെ കവികൾ. അത്തരത്തിലുള്ള വലിയ പോരാട്ടങ്ങൾക്ക് തൻ്റെ വരികളിലൂടെയും ഒപ്പം ചേർന്ന വ്യക്തിയാണ് ONV. ഒരുപക്ഷെ മണ്ണിൻ്റെ മണമുള്ള വരികൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ. അതുകൊണ്ട് തന്നെ ആ ഒരു കരുത്ത്, അദ്ദേഹം പകർന്നു തന്നിട്ടുള്ള ആ ഒരു കരുത്ത്, ഒരുപക്ഷെ ഈ ഒരു വിയോഗത്തിനപ്പുറവും കാലത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ആ വരികൾ, അതൊക്കെ എങ്ങനെയാകും ഇനി മലയാളം ഓർമ്മിക്കുക? മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായിട്ടുള്ള പദ്യങ്ങൾ അല്ലെങ്കിൽ കാവ്യങ്ങൾ ഒരു കവിയാണ് ONV എന്നുള്ളത്. ONVയെ ഭരിക്കുമ്പോൾ ഏത് ഒരു നിരൂപകനാണോ ONVയുടെ കവിതകളെ നിരൂപണം ചെയ്യുമ്പോഴും അത്തരത്തിൽ ആ നിരൂപണത്തിനകത്ത് നിരൂപകർക്കും അതിനകത്ത് വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തരത്തിലേക്ക് പോകാൻ പോലും ഒരു അവസരം ഒരുക്കാത്ത ഒരു കവിയാണ് ONV എന്നുള്ളതാണ്. അതിനപ്പുറത്ത് അദ്ദേഹം ഓരോ മേഖലയിൽ ദേശീയ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹം സൃഷ്ടിച്ച വരികൾ, നാടകത്തിന് KPSCക്ക് വേണ്ടി ജീവൻ, KPSC എന്ന് പറയുന്ന ആ നാടക സംഘത്തിന് ജീവൻ കൊടുത്ത ഗാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതിലേക്ക് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ പോകുന്നത് പോലെ തന്നെ വലിയ തിരക്കാണ്. അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അവിടെയും അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. ഇപ്പോൾ 84 ഗായകർ നിരന്നുകൊണ്ടുള്ള ഗാനാഞ്ജലിയാണ് അദ്ദേഹത്തിന് വിട നൽകാനായി അവിടെ നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക്. അല്പസമയത്തിനകം തന്നെ മലയാളത്തിൻ്റെ പ്രിയ കവി ONVയുടെ മൃതദേഹം ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 84 ഗായകർ അണിചേർന്നുള്ള ഗാനാഞ്ജലിയാണ് അദ്ദേഹത്തിന് വിട നൽകാനായി കേരളം അർപ്പിക്കുന്നത്. സ്വർലയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിക്ക് കണ്ണീരോടെയാണ് കേരളം വിട നൽകുന്നത്. പ്രമുഖരെല്ലാം തന്നെ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശാന്തി കവാടത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ പൊതുദർശനത്തിൽ വെച്ച വസതിയിൽ ഇന്ത്യവരത്തിലും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. കണ്ണീരോടെയാണ് കവിക്ക് ഏവരും വിട നൽകുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത്. മലയാളികളുടെ സാധാരണക്കാരൻ്റെ പോലും ശബ്ദമായി നിന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ദുഃഖത്തോടെയാണ് സാംസ്കാരിക കേരളം അദ്ദേഹത്തിന് വിട നൽകുന്നത്. നിരവധി പ്രമുഖർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഇപ്പോൾ ശാന്തി കവാടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പൊതുദർശനത്തിനായി വെക്കും. രാവിലെ 9:30 അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇന്ത്യവരത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു. വഴുതക്കാടുള്ള അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ശാന്തി കവാടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ശാന്തി കവാടത്തിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഇവിടെയും നിരവധി ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഉണ്ടാകും. വലിയ ദുഃഖത്തോടുകൂടിയാണ് മലയാളത്തിൻ്റെ പ്രിയ കവിക്ക് കേരളം വിട നൽകുന്നത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, CPIM
നേതാവ് പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ അവിടെയുണ്ട്. മന്ത്രി വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ, ഉദ്യോഗസ്ഥരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരൊക്കെ തന്നെയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തങ്ങളുടെ പ്രിയ കവിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വലിപ്പ ചെറുപ്പ ഭേദമന്യേ നിരവധി ആളുകളാണ് തൈക്കാട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ അദ്ദേഹത്തിനുള്ള ഗാനാഞ്ജലി നടക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക് ONVയുടെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. മലയാളത്തിൻ്റെ പ്രിയ കവിക്ക് വിട നൽകുകയാണ് കേരളം. അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹലോ ഫ്രെയിം മാറ്റി ഇവിടുത്തെ ഫ്രെയിം ഫ്രെയിം മാറ്റാൻ ഇങ്ങോട്ട് അപ്പോൾ അവിടെ നിന്ന്
തിരക്കുണ്ടാക്കാതെ നമ്മുടെ ആളുകൾ അവിടെ ആ തിരക്കുണ്ടാക്കാതെ പുറത്തേക്ക് മാറണം.